നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് നിധിയെ സുധീഷിനെ സ്വീകരിക്കാനായിട്ട് ആരതിയൊക്കെ തയ്യാറാക്കുവാണ്, സുഭാഷ് സുനന്ദയും കൂടെ ചേർന്നിട്ട്. അപ്പം സുനന്ദയാണ് പറഞ്ഞു കൊടുത്ത ആരതിയൊക്കെ എങ്ങനെ തയ്യാറാക്കണമെന്ന്. അങ്ങനെ സുഭാഷ് അതൊക്കെ റെഡിയാക്കി വെച്ചു. അതേ സമയത്ത് സുധീഷും നിധിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറേ ആൾക്കാരും ഭയങ്കര ലൈറ്റും വെട്ടവും എല്ലാം കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ല, ഇതെന്താ സുധീഷ് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ? അത് പിന്നെ നമ്മളിങ്ങോട്ടേക്ക് വരുന്ന കാര്യം ചിലപ്പോൾ അവരൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും. പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് പറയണം. നിധിക്ക് ആകെപ്പാടെ ടെൻഷനായി. ചിലപ്പം ഇത് തനിക്ക് കുരിശാകുമോ എന്നൊരു ചിന്ത പോലും മനസ്സിലുണ്ടായി. കാരണം എല്ലാവരുടെയും വിചാരം താനിപ്പം സുധീഷിന്റെ ഭാര്യയാണെന്നാണ്. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത്. ആ ഒരു ടെൻഷൻ നിധിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി സുധീഷും കൂടെ അങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് നികേഷും അവരെല്ലാവരും കൂടെ ഓടിച്ചെന്നിട്ട് സുധീഷിനോട് പറഞ്ഞു, അതെ ഏട്ടത്തിയമ്മയുടെ കൈ പിടിച്ചങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം. അത് കേട്ടതും സുധീഷിന് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിധി നോക്കുവാണ്. അപ്പോഴത്തേന് സുധീഷ് കണ്ണടച്ച് കാണിച്ച് ഒന്നും മിണ്ടല്ലേ, കാരണം ആൾക്കാരൊക്കെ നോക്കി നിൽക്കുമല്ലേ. അങ്ങനെ നിധിയുടെ കയ്യിലേക്ക് പിടിച്ചു. അപ്പോഴേക്കും പോയിട്ട് ഹരീഷ് പോയി പടക്കം പടക്കമൊക്കെ പൊട്ടിച്ച് ഭയങ്കര സന്തോഷത്തോട് വിളിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. പാട്ടൊക്കെ വലിയ ഓളിത്ത് തന്നെ വെക്കുവാണ്. നിധിക്കെല്ലാം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരിക്കലും നിധി പ്രതീക്ഷ കാര്യമൊന്നും ആയിരുന്നില്ലത്. എങ്ങനെയെങ്കിലും ഒരു ദിവസം ഇവിടെ തള്ളി നീക്കിയിട്ട് പിറ്റേ ദിവസം ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് വന്ന ആ സമയത്താണ് ഇങ്ങനെയൊക്കെ. അങ്ങനെ അങ്ങോട്ട് സിറ്റൗട്ടിലേക്ക് വരണ സമയത്ത് സുനന്ദ എന്ത് ചെയ്യുവാണ്, ആരതി എടുക്കുവാണ്. അപ്പം സുനന്ദയുടെ കയ്യിൽ ആരതി തട്ടുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ഏറ്റവും നോക്കുമ്പോഴത്തേനും സുനന്ദയുടെ അമ്മ പാഞ്ഞങ്ങോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ ആരതി എടുക്കുന്നോ? ആരതി എടുക്കാൻ നീ ആടിന്ന് പറഞ്ഞ് ആരതി തട്ടിനുള്ള ഒറ്റ തട്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും പേടിച്ചു. ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. നികേഷും സുഭാഷും എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരു നിമിഷം എല്ലാവരും വല്ലാതെ സ്തംഭിച്ചു പോയി. അപ്പോഴേക്കും അവിടെ നിന്ന് അടുത്ത് നിന്ന് ചേച്ചിമാരൊക്കെ പറഞ്ഞു, മിക്കവാറും ഈ പെണ്ണ് ഇപ്പം തന്നെ ഓടാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ അംഗമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും സുനന്ദിനെ വിളിച്ച് കയ്യെ പിടിച്ച് വലിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദയുടെ അമ്മ അങ്ങോട്ട് കൊണ്ടുപോകണം. അവൾ ആരതി എടുക്കാണ്ട് നിൽക്കുന്നു. നാണമുണ്ട്, നീ അതൊക്കെ ചെയ്യുവോടി എന്നൊക്കെ ചോദിച്ചു. സുനന്ദി പറഞ്ഞു, അമ്മ എൻ്റെ കയ്യേന്ന് വിട്, നിന്നെ വിടാൻ ഞാൻ വിടാൻ വേണ്ടിട്ടല്ല നിന്നെ പിടിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ സുഭാഷ് അകത്തേക്ക് കയറിപ്പോയി വേറൊരു ആദ്യത്തട്ടെടുത്തു. അതിനകത്തേക്ക് കർപ്പൂരം എല്ലാം ഇട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് നേരെ നികേഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നികേഷ്, നീ ആരതി എടുക്കാൻ പറയാ? അല്ല ഏട്ടാ, ഞാനോ? എന്താ നീ എടുക്കാൻ പറയാണ്? അങ്ങനെ സുധീഷിനെ നിധിയും കൂടെ ആരതി ഒഴിയുവാണ്. നികേഷിന് സന്തോഷമായിരുന്നു. അങ്ങനെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറി വരാൻ പറയുവാണ്. ആ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരന് ഭയങ്കര സന്തോഷമായിരുന്നു. ഭാസ്കരൻ വന്നു കഴിയുമ്പോൾ നല്ല ഓളിത്തി പാട്ടൊക്കെ വെച്ചിരിക്കുന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. ഭാസ്കരൻ അവിടെ നിന്നൊരു ഡാൻസ് അങ്ങോട്ട് കളിക്കണം. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു അന്താളിപ്പോടുകൂടി ഭാസ്കരനെ നോക്കുക. ചുറ്റും കൂടുന്നവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഭാസ്കരൻ വിട്ടുകൊടുത്തില്ല. എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു, മരുമകളെ ഞാനൊന്ന് കാണട്ടെ. സുന്ദരിയായിട്ടുണ്ട്, നല്ല അടിപൊളി മരുമകളാ. എല്ലാവരും എന്താ പറഞ്ഞേ, ഈ കുടുംബത്തിലൊരു മരുമകൾ വരുമല്ലെന്ന്. ഇപ്പം കണ്ടോ, എൻ്റെ കുടുംബത്തിലേക്ക് വന്ന മരുമകളാ ഇതെന്ന്. അപ്പോഴേക്കും നികേഷ് സുഭാഷിനും ദേനയുമായിട്ട് നോക്കി. ആ സമയത്ത് സുഭാഷ് എന്നിട്ട് ഭാസ്കരനോട് പറഞ്ഞു, അച്ഛനൊന്ന് നിർത്തുന്നുണ്ടോ? എടാ, എന്തിനാടാ ഞാൻ നിർത്തുന്നേ? ഞാൻ ഒന്ന് ഡാൻസ് കളിക്കട്ടെ. കണ്ടില്ലേ എൻ്റെ മരുമോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. എൻ്റെ മരുമോളെ കാണാനും എന്ത് ഭംഗിയാ. ഈ അടുത്ത പ്രദേശം ഇത്ര സുന്ദരിയായിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് എന്നിട്ട് പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കച്ചാന്ന് പറയണം. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, നിങ്ങൾ അകത്തേക്ക് കയറി വരാൻ പറയണം. അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, വലതുകാല് വെച്ച് കയറാൻ പറയണം നിധിയോട്. അപ്പോഴേക്കും നിധി വലതുകാല് വെച്ച് അകത്തേക്ക് കയറി. അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം നിധി അകമെല്ലാം അങ്ങനെ നോക്കുവാണ്. കാരണം സുധീഷ് പറഞ്ഞിരിക്കുന്ന കാര്യമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. സുധീഷ് പറഞ്ഞ്, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി വലിയ വീടാണ്, ഒന്ന് കാണണം, എൻ്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാ. പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ വീട്, ഒന്നിനും കൊള്ളത്തില്ല, ഒരു പഴയ വീടാണെന്ന് മനസ്സിലായി. നിധിയുടെ ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സുധീഷിന് വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായി. അപ്പോഴേക്കും നികേഷ് ഹരീഷും ഒക്കെ അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ നികേഷിനെ ഹരീഷിനെ സുഭാഷിനെ ഒക്കെ പരിചയപ്പെടുത്തുവാണ് സുധീഷ്. ഇതെൻ്റെ മൂത്ത ചേട്ടനാന്ന് പറയണം. പിന്നെ ഇത് രണ്ടാമത്തെ ഹരീഷിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മൂന്നാമത്തിൻ്റെ ഏറ്റവും ഇളയ അനുജന് നികേഷ് എന്നൊക്കെ പറയണം. അങ്ങനെ അവരെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് സുഭാഷിനോട് ചോദിച്ചു, ചേട്ടൻ സ്വീറ്റ്സ് ഉണ്ടാക്കിയില്ലേ, അതുകൊണ്ട് കൊടുക്ക്. പെട്ടെന്ന് തന്നെ സുഭാഷ് പറഞ്ഞു, അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി. പാവം ഓടി അടുക്കളയിലേക്ക് പോയിട്ട് ഉണ്ടാക്കി വെച്ച
കൊണ്ടുവന്ന് നിധിക്ക് കൊടുക്കണം, കഴിക്കാൻ പറഞ്ഞു. നിധി പറഞ്ഞു വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കഴിക്കണോന്ന് പറഞ്ഞു. അങ്ങനെ നിധി ഇത്തിരി കഴിച്ചു. കൊള്ളാവോന്ന് ചോദിച്ചു നികേഷ്. കൊള്ളാന്ന് പറയാണ്. ആ സമയത്ത് നിധി ആകെപ്പാടെ ഇങ്ങനെ നോക്കിയിട്ട് സുധീഷിനോട്, സുധീഷേ ഒന്ന് വരാവോ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറയണ. അത് കേട്ടപ്പോൾ സുധീഷിന് കാര്യം മനസ്സിലായി. സുധീഷ് പറഞ്ഞു അതിനെന്താ എന്ന് പറയണ. അങ്ങനെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു അതെ ആ മുറിയല്ല, ഇപ്പുറത്തെ മുറിയിലേക്ക് പോയിക്കോളാൻ പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് വന്നു. ആ സമയം സുധീഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ മുറിയിൽ കുറേ ഡ്രസ്സൊക്കെ കിടക്കുന്നു. എന്തിനേറെ പറയുന്നു, അടിവസ്ത്രം മുതൽ അവിടെ കിടപ്പുണ്ടായിരുന്നു അവന്മാരുടെ. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷിന് ഒരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് സുധീഷ് എന്ത് ചെയ്യാണ്, അതങ്ങോട്ട് മാറ്റി. ആ സമയം നിധിയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് എന്താ, ഒന്നുമില്ല, സോറി കേട്ടോ. എന്തിനാ, അല്ല ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ മാറ്റിക്കോളാന്ന് പറഞ്ഞ് അതൊക്കെ സൈഡിലേക്ക് പെട്ടെന്ന് മാറ്റി വെക്കുവാണ്. നിധി ചോദിച്ചു എന്താ സുധീഷേ ഇവിടെ എന്താ നടക്കണേന്ന് ചോദിക്കുക. അതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവരുടെ എല്ലാം വിചാരം ഞാൻ നിന്റെ ഭാര്യയാന്ന് ഓർത്തണ്ടാന്ന് തോന്നേ. എല്ലാവരും കണ്ടില്ലേ എന്നെ നിന്റെ ഭാര്യയായിട്ട് ഇവിടെ സ്വീകരിച്ചിരിക്കാൻ തോന്നേ. ഇത് നിനക്കറിയാലോ നാളെ ഞാൻ ഈ വീട് വിട്ട് പോകേണ്ടവളാ, ഇതൊന്നും എനിക്ക് പിടിക്കുന്ന കാര്യമല്ല. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു അത് പിന്നെ ആൾക്കാരൊക്കെ എങ്ങനെയോ അറിഞ്ഞ് വന്നിരിക്കുക, അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ എന്തെങ്കിലും എതിർത്ത് പറയാനായിട്ട് പറ്റുമോ. എന്നാലും നാളെ ഇനിയിപ്പം ഞാൻ പോയി കഴിയുമ്പോൾ നീ എല്ലാവരും എന്ത് പറയുമെന്ന് ചോദിക്കുക. സുധീഷ് പറഞ്ഞു നാളത്തെ കാര്യമില്ലേ, എന്തേലും ഞാൻ ചെയ്തോളാം, നീ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിധിയെ സമാധാനിപ്പിക്കുക. നിധി പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്, ഇന്നൊരു രാത്രി എങ്ങനെയാലും ഒന്ന് ഉറങ്ങണമെന്ന് കരുതിയാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, ഒന്ന് തലയാഴ്ചാൽ മതി, ഉറക്കം വരുമൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ ഭയം തോന്നുന്നു. ഇതെല്ലാം എന്തോ പ്ലാൻ ചെയ്ത പോലെ ഉണ്ട്. പ്ലാൻ ചെയ്യാനോ, ഞാനും നിന്നോടൊപ്പം അല്ല ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. പോലീസുകാർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഒരുക്കങ്ങളും നടത്തിയതാ. ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുക, നീ എൻ്റെ ഭാര്യയെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുക, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലോന്ന് പറയണം. ആ സമയം സുഭാഷ് അടുക്കളയിൽ പാൽപ്പായസം ഉണ്ടാക്കണം. അപ്പോഴേക്കും നികേഷ് ചോദിച്ചു ഇതെന്താ പാൽപ്പായസം, കൊള്ളാം സൂപ്പറായിട്ടുണ്ട്, മുമ്പേ കൊണ്ട സ്വീറ്റ്സ് കൊടുത്തായിരുന്നു, ഇനിയിപ്പോൾ പാൽപ്പായസം. അതേടെ പാൽപ്പായസം കൊണ്ടേ കൊടുക്കണം. അല്ല ഏത് പാത്രത്തിനകത്താണ് കൊടുക്കുന്നേ? അതെ അതൊക്കെ ഞാൻ പുതിയ പാത്രം ഉണ്ട് എനിക്ക് കൊടുക്കാനായിട്ട്. പുതിയ പാത്രം ഉണ്ടെന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നാന്ന് പറയാം. ആഹാ ചേട്ടൊരാൾ കൊള്ളാലോ എന്നൊക്കെ പറയണേ. ആ സമയത്ത് ഹരീഷ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ആ ആലോചന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സുഭാഷിച്ചു എന്താടാ ഹരീഷേ നിനക്കിത് എന്ത് പറ്റി? അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, സുധീഷിൻ്റെ പെണ്ണിന് ഈ വീടൊന്നും ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അതെന്താ? അവൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, അവൻ ചിലപ്പോൾ വലിയ ബിൽഡപ്പ് ഇട്ട് പറഞ്ഞു കാണും എൻ്റെ വലിയ വീടാ അങ്ങനെ എങ്ങനെയാ തേങ്ങ വാങ്ങിയാന്നൊക്കെ പറഞ്ഞു കാണും. അവന് പണ്ടേ ഇച്ചിരി പുളു അടിക്കുന്ന കാര്യത്തിൽ വിദ്വാനല്ലേ, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ആ പെണ്ണ് ഈ വീടൊക്കെ കണ്ടുമ്പോൾ അന്തം വിട്ടുപോയി കാണും. ചിലപ്പോൾ വലിയ വീട്ടിലെ പെങ്കൊച്ചൊക്കെ അല്ലേ, അതിവിടെ നിൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സുഭാഷ് പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വീട് ഇങ്ങനെയായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോഴേക്കും നികേഷ് പറഞ്ഞു അതൊന്നും സാരമില്ല, ഏട്ടന് ഇഷ്ടപ്പെട്ട വന്ന പെൺകുട്ടിയല്ലേ, അപ്പം പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഇതിന് നമ്മൾ ടെൻഷൻ അടിച്ചെന്നിട്ടും കാര്യമില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭംഗിക്കൊക്കെ നടന്നോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. ഈ സമയം സുധീഷിനോട് നിധി പറഞ്ഞതേ ഇന്നൊരു രാത്രി കഴിഞ്ഞ് നാളെ ഞാൻ അങ്ങോട്ട് പോകും, എനിക്കിപ്പം തന്നെ നല്ല ടെൻഷൻ ആവുന്നുണ്ടെന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് അരുണും കൂട്ടരും കുറേ ഗുണ്ടകളും അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം അരുണ് വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നിധിയുടെ ആങ്ങള ഗുണ്ടകളുമായിട്ട് അങ്ങോട്ട് വരുന്ന കാര്യമൊന്നും സുധീഷിനോ നിധിക്കൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ മുറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ഭാസ്കരൻ ഉണ്ടായിരുന്നു. ഭാസ്കരൻ മദ്യവെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് അവരങ്ങോട്ട് വരുന്നത്. എടാ ഇതാ വീടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു ആരാടാന്ന് ചോദിക്കുക. നീ ആരാടാന്ന് ചോദിച്ചു ഭാസ്കരനെ അടിക്കുക. അവിടെ പൂര വടി. അതിനുശേഷം അരുൺ മുറ്റത്തേക്ക് വന്നിട്ട് എടാ സുധീഷ് ഇറങ്ങി വാടാന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു ഇത് അരുണേട്ടൻ്റെ സൗണ്ട് ആണല്ലോ എന്ന് പറയണം, അരുണേട്ടൻ്റെ ശബ്ദമാണല്ലോ എന്ന് പറയണം. അവരിവിടെ വന്നോ? അപ്പോഴേക്കും ഇതാരാ ഈ വന്ന് അലറി വിളിക്കണം ചോദിച്ചുകൊണ്ട് സുഭാഷും നികേഷ് ഹരീഷും ഒക്കെ ഇറങ്ങി വരുവാണോ. അങ്ങനെ വന്ന് ഈ പഠിക്കടാന്ന് പറഞ്ഞ് കൂട്ടത്തല്ലായി അവിടെ. അപ്പോഴേക്കും സുധീഷും നിധിയും കൂടെ ഇറങ്ങി വന്നു. നിധി വന്ന് നോക്കുമ്പോൾ അരുണും കുറെ ഗുണ്ടകളും ചേർന്ന് അവിടെ വെക്കിട്ട് അടിക്കുവാണ്. സുധീഷിനെ എടുത്തിട്ട് അടിക്കുവാണ് അരുണ. ആ സമയം നിധി പറഞ്ഞ് വേണ്ട ഏട്ടാ പോകാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കേട്ടില്ല. ഭയങ്കര പൊരിഞ്ഞടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാസ്കരനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തല്ലുന്നുണ്ട്. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുടെ സമയത്ത് നിധിയെ പിടിച്ച് അടിക്കാനായിട്ട് ഒരുത്തം വന്നു. അപ്പോഴേക്കും നികേഷ് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി കൃത്യം അടി കൊണ്ട് നികേഷിനിട്ടാണ്. നികേഷിൻ്റെ നെറ്റിയൊക്കെ പൊട്ടി ചോര ഒലിക്കുവാണ്. നികേഷ് അവിടെ വീണു. അപ്പോഴേക്കും നിധി ഓടിച്ചെന്ന് അരുണിനെ തടഞ്ഞു. അരുണേട്ട വേണ്ട പോവാൻ നോക്ക്, എന്തിനാ തല്ലുന്നേ, ഞാനല്ലേ സുധീഷിനോട് ഇറങ്ങിപ്പോന്നേ, അതിന് സുധീഷിനെ തല്ലുന്ന എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടു. പക്ഷെ അരുൺ വിട്ടുകൊടുത്തില്ല. മര്യാദയ്ക്ക് വന്നോണെന്നൊക്കെ പറഞ്ഞു. സുധീഷ് പറഞ്ഞ് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും സുഭാഷ് വന്ന് തടഞ്ഞു. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി അവന്മാരെ അടിച്ചോടിക്കുമ്പോഴത്തേനും സുധീഷിനോട് പറഞ്ഞു എടാ നീ എൻ്റെ
പെങ്ങളുടെ കൂടെ അധികകാലം ജീവിക്കില്ല, നീ ഞാൻ കൊന്നു കളയത്തോളം എന്നൊക്കെ പറഞ്ഞോണ്ട് വെല്ലുവിളിക്കുകയാണ്. ഭാസ്കരൻ ഒരു ഇഷ്ടികെടുത്ത് അവനെ എറിയണം, മര്യാദയ്ക്ക് പൊക്കണം, അല്ല നിന്നെ കൊന്നു കളയുന്നൊക്കെ പറഞ്ഞിട്ട് ഒടയിൽ അവന്മാര് അടി കൊണ്ട് അങ്ങനെ ഓടുവാണ്. അപ്പോഴേക്കും നികേഷ് വീണ് കിടക്കുക. ഓടി നികേഷിൻ്റെ അടുത്തേക്ക് ബാക്കി എല്ലാവരും ചെന്നു. നികേഷിൻ്റെ നെറ്റുപൊട്ടി ചോരയൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ സുഭാഷ് പറഞ്ഞ് ബാടെ പിടിക്കാൻ നമുക്ക് പോകാമെന്ന് പറയണം. സുഭാഷിനോട് സുധീഷ് പറഞ്ഞു, ഏട്ടൻ വരണ്ട, ഞാനും ഹരീഷും ഇവനെ കൊണ്ടുപോയിക്കളാം, ഏട്ടനോട് ഇരിക്കാൻ പറയണം. അങ്ങനെ അവരങ്ങോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് ഭയങ്കര ടെൻഷനായിപ്പോയി നിധിക്ക്. നിധി പറഞ്ഞു, ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, സോറി ഇട്ടോന്ന് പറയണം. സുഭാഷ് പറഞ്ഞ് സാരമില്ല. അപ്പോഴേക്കും ഭാസ്കരൻ ചോദിച്ചു, അല്ല കൊച്ചേ ആ വന്ന ആരാ, നിന്റെ ആങ്ങളെയോ ബന്ധുക്കാരല്ലോ ആണോ? എൻ്റെ സഹോദരനാ, കൂടെയുള്ള അവരാരാന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയണം. എൻ്റെ നല്ല സ്വഭാവമായി പോയി ഇപ്പോൾ, അല്ലെങ്കിൽ അവനെ ഞാൻ വെട്ടിക്കൊന്നേനം, എന്നിട്ട് ജയിലിൽ പോയി കിടന്നേനം. ജയിലൊന്നും എനിക്ക് അത്ര പുത്തിരിയല്ലെന്ന് പറയണം. അപ്പോഴേക്കും സുഭാഷ് കൂടി വന്നിട്ട് പറഞ്ഞു, അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, അച്ഛനൊന്ന് ആ വടക്ക് വെക്ക്, ദൈവത്തെ ഓർത്തൊന്ന് ശബ്ദിക്കരുതെന്ന് പറഞ്ഞു. ഇടയ്ക്ക് നിധിയെ കൊതുക് കടിക്കുന്ന കണ്ടപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണം. കാരണം അവർ വരാത്തോണ്ട്, ഹോസ്പിറ്റലിൽ പോയി വരാത്തോണ്ട് ഭയങ്കര ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് സാരമില്ല, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നികേഷിനെ കൊണ്ട് അവർ വരുവാണ്. അന്ന് നികേഷിന് നെറ്റിയുള്ള ബാൻഡേജൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സുഭാഷ് വന്നൊരു ചേർത്ത് പിടിച്ചിട്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, എനിക്കൊരു പ്രശ്നമില്ല ഏട്ടാ, റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സുധീഷ് ചോദിച്ചു, നിനക്ക് ഉറങ്ങാൻ മേലായിരുന്നോ, നീ എന്തിനാ ഇവിടെ ഇരുന്നേന്നൊക്കെ നിധിയോട് ചോദിക്കുക. അത് സാരമില്ല, സോറി കേട്ടോ, ഞാൻ കാരണമല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് നികേഷിനോടും പോയി സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.